സജ്ജിക റൊട്ടി. ഇത് കർണാടക ഉടുപ്പി സ്റ്റൈൽ റൊട്ടിയാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ ഹെൽത്തിയുമാണ്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാ കൂട്ടുകാർക്കും ഷിൽജി വ്ളോഗ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈവനിങ് സ്നാക്കായിട്ടോ അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പിയായത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതിലെല്ലാം ചേർന്നിരിക്കുന്നത്. ഇത് കർണാടകക്കാരുണ്ടാക്കുന്ന ഒരു റൊട്ടിയാണ്. ഈ സജ്ജിക എന്ന് പറഞ്ഞാൽ തന്നെ റവയാണ്. അതുപോലെ റൊട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ കല്ലിൽ പരത്തി ചുടുകല്ലേ, അതിനാണ് അവർ റൊട്ടി എന്ന് പറയുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാധനം വെജിറ്റബിൾസൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആദ്യം ഒരു ബൗളെടുത്ത് അതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാവേ. ഇപ്പം ആദ്യം ഒരു മുറി തേങ്ങ ചിരവിയതായിട്ടിരിക്കുന്നത്. തേങ്ങയുടെ ക്വാണ്ടിറ്റിയൊക്കെ കൂട്ടിയിട്ടാലും നല്ല ടേസ്റ്റാണ്. പിന്നെ ഒരു സവോള കൊത്തി അരിഞ്ഞത്, കൂടാതെ പകുതി ക്യാരറ്റ് അരിഞ്ഞത്. പകുതി ക്യാരറ്റിൻ്റെ ആവശ്യമേ കേട്ടോ. പിന്നെ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്. ഇതൊക്കെയാണ് ഇത് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ മല്ലിയില ഫ്രഷ് ആയിരിക്കണേ, അതൊരു കുറച്ച് അരിഞ്ഞത്. എരിവിന് വേണ്ടിയിട്ട് ഞാൻ ചേർക്കുന്ന ഒരു പച്ചമുളക്, അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർക്കുന്ന ചെറിയ ജീരകമാണ് കേട്ടോ. ചെറിയ ജീരകം 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ അരിഞ്ഞ് ചേർക്കുന്നുണ്ട്, മല്ലിയില കൂടാതെ. അതൊക്കെ ഓപ്ഷനല്ല, വേണമെങ്കിൽ ചേർത്ത് വെച്ചാൽ മതി. ഇത് ഇങ്ങനെ ചേർത്തെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. ഇനി ഉപ്പും ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചേർക്കാനുള്ള മെയിനായിട്ടുള്ള നമ്മുടെ റവയാണ്. റവയും ചേർത്ത് നല്ലോണം ഇത് മിക്സ് ചെയ്തെടുക്കണം. ഇത് മിക്സ് ചെയ്തെടുത്ത് ഇതിൽ നിന്ന് തന്നെ ആ വെള്ളമൊക്കെ ഒന്ന് ഊറി വരുന്ന പാകമാകുമ്പോഴത്തേക്ക് വേണം ആവശ്യത്തിന് വെള്ളം തികയില്ലെങ്കിൽ ഊറ്റി കൊടുത്ത് ഇളക്കിയെടുക്കാനേ. ഇനി നമുക്ക് കുറച്ച് കുറച്ചായിട്ട് റവ ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് 250 ഗ്രാം മെഷറിംഗ് കപ്പിലാണ് എടുത്തിരിക്കുന്നത്, 1/4 കിലോ റവ. ആ റവ കുറച്ച് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ റൊട്ടി ഒരുപാട് വേണമെങ്കിൽ നമുക്ക് സാധനങ്ങൾ കൂടുതലായിട്ട് എടുത്ത് വെച്ചാൽ മതി. വെജിറ്റബിൾസും അതിനനുസരിച്ച് കൂട്ടിയാൽ മതി കേട്ടോ. നല്ലൊരു വെജിറ്റേറിയൻ റൊട്ടിയായത്. സജ്ജിക റൊട്ടി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടണ്ട, പക്ഷേ ഇത് ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് ഇതുണ്ടാക്കും. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള റൊട്ടിയാണേ. ഈ റൊട്ടിക്ക് ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉണക്കമുളകും കടുകും നല്ല മൂപ്പിച്ചിടുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ലൊരു ടേസ്റ്റാണ് അതിന് കേട്ടോ. അതെല്ലാം കൂടി ഇട്ട് നമ്മൾ നല്ല ഉടച്ചല്ലേ എടുക്കുന്നേ. ഇനി കുറച്ച് കുറച്ച് റവ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കാം. ഇതിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങണം കേട്ടോ. എന്നാൽ മാത്രമേ ഉള്ളൂ ആ റൊട്ടിക്ക് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. നമ്മൾ ആ ആവശ്യത്തിന് വെള്ളം മാത്രം ചേർത്ത് കൊടുത്തേച്ചാൽ മതിയേ. പിന്നെ പാല് ചേർത്ത് കൊടുക്കേണ്ടവർക്ക് പാല് ചേർത്ത് കൊടുക്കാം, പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് വെള്ളം ചേർത്ത് തന്നെ ഇത് കുഴച്ചെടുക്കാവേ. ഞാൻ 2-3 പ്രാവശ്യമായിട്ടിട്ട് കുഴയ്ക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ ഈ റവയൊക്കെ നല്ല ഉതിർന്നു വരും. ഉതിർന്നു വന്നാൽ നമുക്ക് പരത്തിയെടുക്കാൻ എളുപ്പമാണ്. അല്ലെങ്കിൽ അപ്പം തന്നെ ഉണ്ടാക്കുവാണെങ്കിൽ ഈ റവ ഒന്ന് കുതിരാത്തത് കൊണ്ട് നമുക്ക് വിട്ട് പോവേ, പൊട്ടിപ്പോവും. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. ഞാനിപ്പം വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഉപ്പ് തികയില്ലെങ്കിൽ ഉപ്പ് നോക്കിയതിന് ശേഷം വേണ്ടവർ ചേർത്ത് കൊടുത്തേച്ചാൽ മതി ഈ സമയത്ത്. ഇനിയില്ലേ, വേഗത്തിൽ സജ്ജിക റൊട്ടി ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടല്ലോ, ചൂടുവെള്ളം ചേർത്ത് കുഴച്ചാൽ മതി. അപ്പം റവ വേഗം കുതിർന്ന് കിട്ടുവേ. പച്ചവെള്ളമാണെങ്കിൽ കുറച്ച് താമസം എടുക്കും. ഇനി ബാക്കി വെള്ളവും കൂടി ചേർത്ത് നമുക്ക് കുഴച്ചെടുക്കാം. ഞാൻ 1 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ആ 1 കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു പാൻ ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് പരത്തി ഉണ്ടാക്കി എടുത്തേച്ചാൽ മതി. അത്രയേ ഉള്ളൂ. നമ്മുടെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സജ്ജിക റൊട്ടിയായത്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ. അതുപോലെ എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ അതിൻ്റെ ബെല്ലൈക്കണും ഒന്ന് എനേബിളാക്കി ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടും. ഇപ്പം നമ്മുടെ റൊട്ടി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇത് തുറക്കുമ്പോഴത്തേക്ക് നല്ല കുതിർന്ന് വന്നിട്ടുണ്ട്. അതൊന്നുകൂടി നമുക്ക് ഇളക്കി കൊടുക്കാം. ഈ സമയത്തും വെള്ളം പോരാ എങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കണേ. ഇങ്ങനെ കുഴഞ്ഞ പാകത്തിൽ വന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് പരത്തി എടുക്കാൻ പറ്റത്തുള്ളൂ. അടി പിടിക്കാത്ത ഒരു പാൻ വെച്ച് ചൂടാവുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഓയിൽ തടവിയിട്ട് ഇതൊന്ന് പരത്തി കൊടുക്കണം. ഈ സമയത്ത് നെയ്യ് വേണ്ടവർക്ക് നെയ്യ് ചേർക്കാം. നെയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അതിലുണ്ടാക്കിയെടുത്താലേ. ഇനിയൊന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഓരോ ബോളായിട്ടെടുത്ത് പരത്താം. സാധാരണ നമ്മുടെ അട പരത്തുന്ന പോലെ തന്നെയേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ പൊട്ടിപ്പോകാൻ നോക്കണമെന്നേ ഉള്ളൂ.
പിന്നെ നമ്മൾ അടച്ച് വെച്ചാൽ ഇത് വേവിക്കുന്നത്, എന്നാൽ മാത്രമേ ഈ റവ നല്ലോണം നമുക്ക് വെന്ത് കിട്ടുള്ളൂ. അതുപോലെ ഈ വെജിറ്റബിൾസും വെന്ത് കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ട് ചെറിയ തീയിൽ അടച്ച് വെക്കണം. ഇപ്പം ഞാൻ പരത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നേരം ചെറിയ തീ വേവിച്ചെടുക്കാം. എന്നാൽ മാത്രമേ ഉള്ളൂ പൊട്ടാതെ നമുക്കിത് മറിച്ചിടാൻ പറ്റത്തുള്ളേ. റവ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചുകൂടി കൂടുതലൊക്കെ എടുക്കുവാണെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ അത് മാത്രം മതി. ഇപ്പം നല്ല റൗണ്ടായിട്ട് ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ലിഡ് കൊണ്ട് അടച്ചു വയ്ക്കാം. അതിനുശേഷം 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാവേ. അപ്പോഴത്തേക്ക് ഒരു സൈഡ് നല്ലോണം വെന്തിട്ടുണ്ടായിരിക്കും. കണ്ടില്ലേ, ഇപ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഒട്ടും പൊടിയാതെ തന്നെ നമുക്കിത് തിരിച്ചിടാം. തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും ഒന്നുകൂടി അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. 2 സൈഡും ഒരുപോലെ വേകണം. അങ്ങനെ എല്ലാ റൊട്ടിയും ഞാൻ ഇതുപോലെ തന്നെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് 250 ഗ്രാം റവ കൊണ്ട് തന്നെ നമുക്കൊരു 4 റൊട്ടി ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, വലുത് കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് കറിയോ ചട്നിയോ ഒന്നും വേണ്ട. എല്ലാ സാധനവും ഇതിൽ തന്നെ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഉണക്കമുളകില്ലേ, നല്ല മൂപ്പിച്ചിട്ടിരിക്കുന്നത്, അതിൻ്റെ ഒരു ടേസ്റ്റ് നല്ല രുചിയാണ് കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ ബാക്കിയിരിക്കുന്ന ഇതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഇതുപോലത്തെ കുറേ റെസിപ്പി ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാരൊക്കെ സമയം കിട്ടുമ്പോൾ അതൊന്ന് പോയി കാണണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കർണാടകയിലൊക്കെ പോവുകയാണെങ്കിലേ നമ്മൾ ഈ റൊട്ടിയൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്ക് അവരതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത് തൈരും അച്ചാറ് അങ്ങനെയുള്ളതൊക്കെയാണ്. പക്ഷേ അത് കൂട്ടി കഴിക്കാൻ ടേസ്റ്റാണ് കേട്ടോ. അധികം പുളിയില്ലാത്ത തൈരൊക്കെയാണ് നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇപ്പം ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് എരിവും ഉപ്പും എല്ലാം ചേർന്ന് ഹെൽത്തി ആയിട്ടുള്ള ഒരു അടയായത്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒട്ടും പൊട്ടിപ്പോകാതെ തന്നെ ഞാനൊരു 5 റൊട്ടി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലത്തെ സജ്ജിക റൊട്ടി ഉണ്ടാക്കാൻ മറക്കരുത് കേട്ടോ. നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമാണ്. നമുക്ക് കഴിക്കാൻ കറി പോലും ആവശ്യമില്ലാത്ത ഈസി ആയിട്ടുള്ളൊരു സ്നാക്കായിട്ടും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഉപയോഗിക്കാവുന്ന ഒരു റൊട്ടിയായത് കേട്ടോ. അപ്പം എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം. നമുക്ക് കൈ കൊണ്ട് തൊടുമ്പോഴേ അത് മുറിഞ്ഞു കിട്ടും. നല്ല സോഫ്റ്റാണ് കഴിക്കാൻ കേട്ടോ. അതുപോലെ ആ ഉള്ളിയുടെയൊക്കെ ഫ്ലേവർ നന്നായിട്ട് വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ചെറിയ ജീരകത്തിൻ്റെ ഇങ്ങനെ എടുത്ത് നിൽക്കുന്നത്. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു റൊട്ടിയായത്. അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുവാണെങ്കിൽ ഒരിക്കൽ കൂടി പറയും, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഇനി വെറൈറ്റിയായ വേറൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ.